വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോണ്ടൻറ്റ് കേക്കാണ്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണിത്. ഫോണ്ടൻറ്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു കേക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു സ്പഞ്ച് കേക്ക് റെഡിയാക്കുന്നുണ്ട്. 2 എഗ്ഗ്, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും അളവിൽ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് മിക്സി വെച്ചും ചെയ്തെടുക്കാം, ഹാൻഡ് ബീറ്റർ വെച്ചും ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചും ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് ഓയിലും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 8ാമത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൽ ഞാൻ കാണിച്ചിട്ടുള്ള 3 കേക്കിൽ ഏത് കേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ അതിലെ സെക്കൻഡ് കേക്കാണ് നിങ്ങൾക്കിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 6 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചതാണ്. കുറച്ച് ഹൈറ്റിലുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം 7 ഇഞ്ചിൻ്റെതും എടുക്കാം. ഇനി നമ്മളിത് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഓവനോ അല്ലെങ്കിൽ കുക്കർ എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലുമിനിയത്തിൻ്റെ ഒരു പാത്രം ചൂടാക്കി എടുത്തതാണ് 5 മിനിറ്റ്. അതിലേക്ക് കേക്ക് ടീന് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പലർക്കും ഉള്ള സംശയമാണ് ഞാനിത് എന്തിനാണ് അടച്ചു വെക്കുന്നതെന്ന്. അടച്ചു വെക്കുന്നത് ഈ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഞാൻ 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത കേക്കാണ്. മീഡിയം ഫ്ലെയിമിലാണ് ബേക്കാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഗ്യാസിലാണെങ്കിൽ 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്ക് തണുത്ത് വരാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഈ കേക്കിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. കേക്ക് തണുക്കുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള ഐസിങ് റെഡിയാക്കാം. അതിന് മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ബട്ടർ ഐസിംഗ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ബട്ടർ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ബട്ടർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നിങ്ങൾക്ക് 50 ഗ്രാം ബട്ടർ വെച്ചിട്ടുള്ള റെസിപ്പി ആവശ്യമുള്ളൂ. 50 ഗ്രാം ബട്ടറും 250 ഗ്രാം ഐസിങ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും, അത്രയാണ് ഈ ഒരു കേക്കിലേക്ക് ആവശ്യമുള്ളത്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മറ്റൊരു കേക്കിനും കൂടെ ആവശ്യമുള്ളത് കൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബട്ടർ ഒന്ന് സ്മൂത്താക്കി എടുക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം എടുക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കരുത്. ഇപ്പോൾ കുറച്ച് ചൂടായതുകൊണ്ടാണ് നമ്മൾ ഐസിങ് ഷുഗറിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ബട്ടർ മെൽട്ടായിട്ട് നിൽക്കും. എത്ര നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ വല്ലാതെ ലൂസായതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങളിത് ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇതുപോലെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യമേ അരിച്ച് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അൻപത് ഗ്രാം ബട്ടറും 250 ഗ്രാം ഐസിങ് ഷുഗറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ
ബട്ടർ ഐസിങ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പാല്, അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമാണെങ്കിൽ നല്ല തണുത്തതായിരിക്കണം, പാലാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളതായാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിൽ കൂടുതൽ വെക്കരുത്, അപ്പോൾ വല്ലാതെ തിക്കായിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. മസ്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കണം, കാരണം നമ്മൾ ഫൊണ്ടൻ്റ് വെച്ചിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗം നല്ല സ്മൂത്താണെങ്കിൽ മാത്രമേ ഫൊണ്ടൻ്റ് വെച്ച് ചെയ്യുന്ന കേക്ക് കാണാനും ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിനെ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 അതല്ലെങ്കിൽ 2 നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ലെയറിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. മറ്റ് സ്പഞ്ച് കേക്കിനെ അപേക്ഷിച്ച് ഈ ഒരു കേക്കിൽ ക്രംസിൻ്റെ ഇത് അളവ് വളരെ കുറവായിരിക്കും. ഓൾമോസ്റ്റ് ഇല്ലയെന്ന് തന്നെ പറയാം. ഇത്രയും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത്രയും ഒരു ക്രംസേ ഉള്ളൂ. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ഐസിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കേക്ക് ബോർഡിലേക്ക് ഒരല്പം ക്രീം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ടായിരുന്ന ആ കേക്കിൻ്റെ ലെയറാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഏറ്റവും അടിയിൽ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കേക്കിന് ഉപയോഗിക്കുന്ന ബേസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ 6 ഇഞ്ചിൻ്റെ പാനിലുണ്ടാക്കിയ കേക്ക് വെച്ചിട്ടുള്ളത് 1 കിലോയുടെ ബേസിലാണ്. 1 കിലോയുടെ ബേസ് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ് വരുന്നത്. 8.5 ഇഞ്ചിൻ്റെ ബേസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 7 ഇഞ്ചിൻ്റെത് അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൈലബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. 6 ഇഞ്ചിൻ്റെ കേക്കിന് നമുക്ക് വരുന്നത് 6.5യുടെ മോൾഡാണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്. അത് വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഫൊണ്ടൻ്റ് ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കേക്ക് കാണുമ്പോൾ ഒരു വൃത്തി കുറവുണ്ടാവും കാണാനായിട്ട്. കുറച്ച് ബേസ് പുറത്തേക്ക് ഇരിക്കുമ്പോഴേ ഫൊണ്ടൻ്റ് കേക്ക് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. മാക്സിമം കുറച്ച് വലിയ ബേസ് വെച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം നമ്മൾ ഫൊണ്ടൻ്റ് കേക്കിന് നോർമൽ കേക്കിൻ്റെ റേറ്റ് അല്ല, 1/2 കിലോയുടെ ആയാലും കുറച്ച് കൂടുതൽ റേറ്റാണ്. നമ്മൾ ഏകദേശം നമ്മൾ നോർമൽ കേക്കിൻ്റെ 1 കിലോയുടെ കേക്കിൻ്റെക്കാളും കൂടുതൽ നമ്മളിതിന് ചാർജ് ചെയ്യും. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിച്ചിട്ട് ബേസ് വലുത് തന്നെ എടുത്തിട്ട് ചെയ്യാം. സെക്കൻഡ് ലെയറും വെച്ചിട്ടും ഇതുപോലെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ബട്ടർ ക്രീം ഫില്ല് ചെയ്ത അതിന് ശേഷം ഫൈനൽ ലെയർ വെക്കുക. പിന്നെ ഈ കേക്ക് ഞാൻ ഷുഗർ സിറപ്പ് വെച്ച് നനയ്ക്കാതെയാണ് ഐസിങ് ചെയ്തിട്ടുള്ളത്. ഇത് ഓൾറെഡി നല്ല മോയ്സ്ചർ ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മളിത് പ്രത്യേകിച്ച് ഫ്രിഡ്ജിലൊന്നും വെച്ച് ഡ്രൈ ആക്കുന്നില്ല, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നനച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കുക. ഐസിങ് വളരെ സ്മൂത്തായിരിക്കണം, ലെവലായിരിക്കണം. മാക്സിമം ചെയ്ത് നോക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ. 1-2 തവണയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഐസിങ് റെഡി ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം കൂടുതൽ നമ്മൾ അതിനോടുള്ള പാഷനും എത്രത്തോളം കൂടുതൽ തവണ നമ്മൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്കത് സ്മൂത്തായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഓഫ്സെറ്റ് സ്പാച്ചിൽ വെച്ച് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. സാധാരണ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് കട്ട് ചെയ്തിട്ട് ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ വീട്ടിലുള്ള ഒരു സാധാരണ സ്കെയിൽ വെച്ചിട്ടൊന്ന് വടിച്ചു കൊടുത്താലും മതി. അപ്പോഴും നല്ല ലെവലായിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നമ്മൾ ഫൊണ്ടൻ്റൊക്കെ വരാം. അതിന് മുൻപായിട്ട് ഇത് ഞാനൊന്ന് ഇതിൻ്റെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ്, ഹൈറ്റും അതുപോലെ അതിൻ്റെ ആ ഒരു ഡയമീറ്ററും. ഇനിയിപ്പോൾ ഞാൻ 250 ഗ്രാമിൻ്റെ ഒരു റെഡിമെയ്ഡ് ഫൊണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫൊണ്ടൻ്റ് ഞാൻ 180 രൂപയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. 250 ഗ്രാമിന് 180 രൂപ. ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ബ്രൗൺ കളറിലും വരുന്നതാണ്. ഓൾറെഡി കളർ ചേർത്തിട്ട് വരുന്നതാണ്. കളറില്ലാതെ പ്ലെയിനും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ആദ്യം. എന്നാലേ ഇത് സ്മൂത്തായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് കുറച്ച് ഐസിങ് ഷുഗറോ അതല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവറോ, ഐസിങ് ഷുഗറാണ് ഏറ്റവും നല്ലത്. ഐസിങ് ഷുഗർ എടുക്കുമ്പോൾ അത് അരിച്ചിട്ട് വേണം എടുക്കാൻ. അതല്ലെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പത്തിരിയോ ഒക്കെ പരത്തുന്നത് പോലെ തന്നെ
നല്ലതുപോലെ ഫ്ലാറ്റാക്കി എടുക്കുക. ഒരുപാട് തിന്നായിട്ട് ഫ്ലാറ്റ് ആക്കരുത്. കുറച്ച് ഒരു 2 മില്ലിമീറ്ററൊക്കെ ഒരു തിക്നെസ് ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കിയിട്ടുള്ള അളവ് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് സൈഡൊക്കെ അങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോണ്ടൻറ്റിൻ്റെ സ്മൂത്ത്നർ വേണം നമുക്ക് ചെയ്യുമ്പോൾ. അത് വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുക്കുക. ഇനി നമ്മൾ ഈ റോളിംഗ് പിന്നിൽ കുറച്ച് ഐസിങ് ഷുഗർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുക. വളരെ കെയർ ചെയ്യണം, ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നമ്മളെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്ക് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചതല്ല, പുറത്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയതായിരുന്നു. തണുത്ത കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, സാധാരണ നോർമലിലുള്ള അതിൻ്റെ മുകളിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇത് കൈ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഫ്രില്ല് പോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇരിക്കുക. അപ്പോൾ അത് പതുക്കെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ വശത്തെ നമ്മൾ എത്തുന്നതിനനുസരിച്ച് ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് ഒന്ന് താഴേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ആ കേക്കിൻ്റെ മുകളിലൊന്ന് പറ്റിയിരിക്കുന്ന രീതിയിൽ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ റെഡിയാക്കി സൈഡ് ഇങ്ങനെ റെഡിയാക്കി വരുമ്പോൾ ഒരു വശത്തെത്തുമ്പോൾ കുറച്ച് ആ ഫ്രില്ല് നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള പോലെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ സൈഡിൽ ആ ഫ്രില്ല് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് 2 സൈഡും ഒന്നും ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഈ ഫോണ്ടൻ്റ് ഒന്ന് വലിക്കുന്നത് പോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് വലിക്കുക. ഒരുപാട് പ്രസ് ചെയ്ത് വലിക്കരുത്, അപ്പം പൊട്ടിപ്പോകും. അപ്പോൾ ഇത് ലെവലായിട്ട് നമുക്ക് തിരിച്ചവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. ഉണ്ടോ, ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ കുറച്ചൊരു ഫ്രില്ല് പോലെ വരും. അപ്പോൾ അത് അതിൻ്റെ സൈഡ് വശം കൂടെ ഒന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾക്കൊരു നൈഫോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പിസ്സ കട്ടറോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കേക്കിൻ്റെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ എക്സ്ട്രാ വരുന്നതുണ്ടല്ലോ കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് അത് റിമൂവ് ചെയ്യുക. ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി റോൾ ചെയ്തെങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇത് നമുക്ക് സ്മൂത്താക്കി എടുക്കണം. ഒരു സ്മൂത്ത്നർ ഉപയോഗിച്ചിട്ട് സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എയർ കയറുന്നുണ്ടോയെന്നൊന്ന് നോക്കിയിട്ടൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അതിനകത്തേക്ക് എയർ ബബിൾസൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സേഫ്റ്റി പിന്നോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് ഇതുപോലെ എയർ ബബിൾസ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ ബബിൾ പുറത്തേക്ക് പോകും. എന്നിട്ട് നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബട്ടർ ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറുതായൊരു ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായി ഓരോ മാർക്ക് വെച്ച് കൊടുക്കുക. ഒരുപാട് അമർത്തിയിട്ട് ചെയ്യരുത്, ഫോണ്ടൻ്റ് കീറിപ്പോവും. ചെറുങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. റൗണ്ടിൽ ആദ്യം ഒരു വശത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് കാണിച്ചു തരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് 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 സബ്സ്ക്രൈബ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് എനിക്കുള്ള സപ്പോർട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ആ ക്രോസായിട്ട് വരുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ ഞാനിപ്പോൾ എഡിബിൾ ഷുഗർ പേഴ്സാണ് എടുത്തിട്ടുള്ളത്, സിൽവർ കളറിൽ വരുന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് അവിടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് താഴേക്ക് ഇങ്ങ് കുഴിഞ്ഞിരിക്കും.
എല്ലാ ജംഗ്ഷനിലും അത് വെച്ച് കൊടുക്കുക, ക്രോസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സൈഡിലും വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ കുറച്ച് സിൽവർ കളറിൽ വരുന്ന ലേസ് എടുത്തിട്ടുണ്ട്. ഇത് എഡിബിൾ അല്ല, സാധാരണ ക്ലോത്തിൽ വരുന്ന ലേസ് തന്നെയാണ്, സിൽവർ കളറിലുള്ള. അത് വെച്ചിട്ട് ഇതിൻ്റെ ബോട്ടം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞു. ഇതിന് പകരം നിങ്ങൾക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ ബേസും ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷൻ ചെയ്യുന്നതിന് മുൻപ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഫോണ്ടൻറ്റ് ഹാർഡാവും, നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നോർമൽ ആ റൂം ടെമ്പറേച്ചറിലുള്ള സമയത്ത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.